ജീവിതത്തിൽ ശാന്തിയും ആനന്ദവും നിറയട്ടെ. ആഘോഷിക്കാനുള്ള ഏത് അവസരവും നല്ലതാണ്. ആഘോഷിക്കുക. ആഘോഷങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷം. ഭൂതകാലത്തെ ജീവിതം അനശ്വരമാണെന്ന തിരിച്ചറിവോടെ ഉപേക്ഷിച്ച് ധൈര്യമായി മുന്നോട്ടു പോകുന്നു. ഇത് മറ്റൊരു ആഘോഷം. ചൈതന്യത്തിന്റെ പ്രകൃതം തന്നെ ആഘോഷമാണ്. ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാർമേഘത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഔഷധമാണ് ആഘോഷം. വെറും ഒരു ഒത്തുചേരൽ മാത്രമാകാതെ അതിൽ പവിത്രത കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആഘോഷം പൂർണ്ണമാകുന്നത്. ശരീരം, മനസ്സ്, ചൈതന്യം എല്ലാം ഒരുമിക്കുമ്പോൾ ആനന്ദമുണ്ടാകുന്നു. അങ്ങനെ തന്നെയാണ് ആഘോഷം. സ്വന്തം സന്തോഷത്തിന് മാത്രമായി ആഘോഷിക്കുമ്പോൾ അത് ഉള്ളിൽ കുറ്റബോധം നിറയ്ക്കും. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സും ഹൃദയവും ഒന്നിപ്പിക്കാനും അവരെ ഉയർത്താനും ലക്ഷ്യമിട്ടുള്ള ആഘോഷം സംഘർഷാത്മകമായ ഭൂതകാലത്തെ മറക്കാനും ശുഭദായകമായ ഭാവിയെ സ്വീകരിക്കാനും സഹായകമാകും. തികച്ചും വ്യക്തിപരമല്ലാത്ത ആഘോഷങ്ങളിൽ ആർക്കും കുറ്റബോധം തോന്നാനിടയില്ല. മറിച്ച് അത് തികച്ചും ഒരു സേവയാണ്, പുണ്യമാണ്. അതുകൊണ്ട് ആഘോഷങ്ങൾ എപ്പോഴും സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടവയായിരിക്കണം. പാവനവും പ്രാർത്ഥനാ നിർഭരവുമായ ആഘോഷം ആഴമേറിയതും മഹത്തരവുമാകും. മനസ്സിനും ശരീരത്തിനും തൽക്കാലത്തേക്ക് ആവേശം ജനിപ്പിക്കുന്നതിനു പകരം നിത്യസത്യമായ ആത്മാവിന് പോഷണം നൽകുന്നതാണ് ശരിയായ ആഘോഷം. ഇന്ത്യയിലെ ദീപാവലി, ഹോളി തുടങ്ങിയ മിക്ക ആഘോഷങ്ങൾക്കും പുറകിലും പാവനമായ സങ്കല്പങ്ങളുണ്ട്. നവവത്സരാഘോഷവും ഒരു പ്രവൃത്തിയിലൂടെ ശ്രദ്ധാപൂർവമായ ഒരു ആലോചനയുടെ നിമിഷത്തിലൂടെ വേണം തുടങ്ങിവെക്കാൻ. ആഘോഷം ഒരു മനോഭാവമാണ്. അതിന് വിഭവശേഷി വേണമെന്നില്ല. സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആഘോഷമാകാം. അവസ്ഥാഭേദമന്യേ ചേരിപ്രദേശങ്ങളിലെ ജനങ്ങൾ ജീവിതം ആഘോഷിക്കുന്നു. ജീവിതം ആഘോഷിക്കുവാൻ ധനം നിർലോഭം ചെലവിടണമെന്നില്ല. ആനന്ദത്തിൽ നിന്നാണ് ആഘോഷം ഉടലെടുക്കുന്നത്. ആവേശത്തിന് മാന്ദ്യം സംഭവിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ഏറ്റവും ആവശ്യമായി വരുന്നത്. പരാതികളൊന്നുമില്ലാതെ മാത്രം ഭൂതകാലത്തെ സ്വീകരിക്കുക. ഭാവിയിലേക്ക് ആവേശത്തോടെ മുന്നേറുക. നമുക്കുള്ളത് പിശുക്ക് കാണിക്കാതെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ജീവിതം എക്കാലവും നന്മയിലേക്കാണ് ലക്ഷ്യമിടുന്നത് എന്നോർക്കുക. കടന്നുപോകുന്ന പാത ദുർഘടം പിടിച്ചതാകാം. പക്ഷേ അത് നയിക്കുന്നതൊരു നല്ല ജീവിതത്തിലേക്കാണ്. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ജീവിതത്തിന് ആഴവും പരപ്പും പ്രദാനം ചെയ്യും. കഴിഞ്ഞുപോയതിനെ ഈശ്വര സങ്കല്പമായും ഭാവിയെ സ്വേച്ഛമായും കാണുന്ന വിവേകികൾ വർത്തമാനകാലത്തിൽ പൂർണ്ണ ആനന്ദത്തിലാണ്. ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും ഭാവി നിർണയിക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവിവേകികൾ വർത്തമാനകാലത്തെ ക്ലേശപൂർണമാക്കുന്നു. ഇനി വരുന്ന വർഷം നിങ്ങൾ ഇവയിൽ ഏത് വിഭാഗത്തിൽ പെടണമെന്നുള്ള തീരുമാനം തികച്ചും വ്യക്തിഗതമാണ്. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. നാം എന്തൊക്കെ ചെയ്യണമെന്നുള്ള പാഠങ്ങൾ പോയ വർഷം നമ്മെ പഠിപ്പിച്ചു.
കഴിഞ്ഞ വർഷം തന്ന ഓരോ വേദനയും നമ്മെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിച്ചു. കഴിഞ്ഞ വർഷം നൽകിയ സുഖവും ആനന്ദവും ജീവിതത്തിന് പുതിയൊരു വീക്ഷണകോണും ഭാവിയിലേക്ക് പുത്തനൊരു പ്രതീക്ഷയും പ്രദാനം ചെയ്തു. ഉള്ളിൽ നിന്നും പ്രവഹിക്കുന്ന കലർപ്പില്ലാത്ത പുഞ്ചിരിയോടെ ഭാവിയെ വരവേൽക്കുക. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് സംശയലേശമെന്നെ തിരിച്ചറിയുമ്പോൾ ആ പുഞ്ചിരി നിങ്ങളിൽ നിന്നും താനെ പുറത്തുവരും. ദൈവീക സ്നേഹം നമ്മളിലേക്ക് നിർഗളിക്കുന്നു എന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് ജീവിതം ആഘോഷപൂർണമാക്കാൻ ആകില്ല. ആ വ്യക്തിയുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലാകും. അത് അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും വഴിതെളിക്കും. കാലക്രമേണ അത് കോപത്തിലേക്കും പിന്നീട് ഒരു ചങ്ങല പോലെ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കും. കഴിഞ്ഞ കാലം ഇത്തരത്തിലുള്ള മായകളിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ടെന്ന് ഓർമ്മിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിനെയും തിരസ്കരിക്കേണ്ടതില്ല. നിങ്ങളുടെ ശ്രദ്ധ സ്വത്വത്തിലായിരിക്കണം. മനോഹരമായ ഒരു സമതുലനാവസ്ഥയിലായിരിക്കണം അത്. അതാണ് യോഗ. അസന്തുലിതാവസ്ഥയാണ് ആധ്യാത്മികം. മൗനിയായിരിക്കുക എന്നതാണ് ആധ്യാത്മികത എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ചിലർക്കത് വെറും ആഘോഷം മാത്രമായിരിക്കും. ബാഹ്യമായ മൗനത്തിന്റെയും ആന്തരികമായ ആഘോഷത്തിന്റെയും സമഞ്ജസമായ സമ്മേളനമാണ് ആധ്യാത്മികത. മൗനത്തിൽ നിന്നും പുറത്തുവരുന്ന ആഘോഷമാണ് യഥാർത്ഥ ആഘോഷം. ഈ വർഷത്തിൽ നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും സൂര്യ തേജസ് നിറയട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ സൂര്യനെ പോലെ ശോഭിക്കാൻ ഇടവരട്ടെ. അക്രമങ്ങളില്ലാത്ത, പിരിമുറുക്കങ്ങളില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ടു പോകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും ആനന്ദവും സന്തുഷ്ടിയും നിറയും.